Hello everyone, welcome to our fourth episode. We hope you are enjoying and learning. Anyway, today we are going to learn how to introduce your wife, your sister or your girlfriend. സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് എംറ്റീസ് എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിസ്റ്ററിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ വൈഫിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗേൾ ഫ്രണ്ടിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ്. ഓക്കെ, മുൻപ് പ്രാക്ടീസ് ചെയ്ത അതേ പാറ്റേൺ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ വീഡിയോസും നിങ്ങൾ മറക്കാതെ വാച്ച് ചെയ്യുക. നമ്മുടെ എപ്പിസോഡ് 1, 2, 3 ഓക്കെ വാച്ച് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അതോടൊപ്പം അറബിക് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഒരുപാട് അടിപൊളി വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറബി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ വീഡിയോസ് കാണുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ ആരെങ്കിലും താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലേഡിയെ പറ്റി പറയുമ്പോൾ ഷീ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. ഷീ, അവൾ, അവൾ. ഓക്കെ, പക്ഷെ മുതിർന്ന ആളുകളെ പറ്റി അവൾ നമ്മൾ പറയാറില്ല. നമ്മൾ ഒരു ബഹുമാനത്തോടു കൂടെ നമ്മളെ ടീച്ചറിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ നെയ്ബറിനെ പറ്റിയിട്ടൊക്കെ അവൾ എന്ന് പറയാറില്ല, അവർ എന്നാണ്. അത് മലയാളത്തിലുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ലേഡീസിന് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ഷീ എന്നാണ്. ഷീ, ഷീ, ഷീ ഈസ്, അവളാകുന്നു, അവളാകുന്നു. ഓക്കെ, അപ്പോൾ അവൾ അനീസിയ വർഗീസ് ആണ്. ഷീ ഈസ് അനീസിയ വർഗീസ്. ഷീ ഈസ് അനീസിയ വർഗീസ്. ഓക്കെ, ദെൻ അവൾ കൊച്ചിയിൽ നിന്നാണ്. എങ്ങനെ പറയാം? She is from Cochin. She is from Cochin. ഓക്കെ, അവളൊരു ടീച്ചറാണ്. She is a teacher. She is a teacher. അവളൊരു ഹൗസ് വൈഫാണ്. She is a housewife. She is a housewife. അവളൊരു നേഴ്സാണ്. She is a nurse. She is a nurse. അവൾ ഗവൺമെൻറ് സർവീസിലാണ്. She is in government service. She is in government service. അവളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. She is in a private hospital. She is in a private hospital. അവളെൻ്റെ ക്ലാസ്മേറ്റ് ആണ്. She is my classmate. She is my classmate. ഞങ്ങൾ കൂടെ പറയട്ടോ. പിന്നെ ഇംഗ്ലീഷിൽ ഈ പറയുന്ന വൊക്കാബുലറീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നുന്ന സെൻറ്റൻസുകൾ, വൊക്കാബുലറീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ടേക്ക് എ നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ഓൾ ദി തിങ്സ്. ഓക്കെ, ദെൻ അവളെൻ്റെ ക്ലാസ്മേറ്റ് ആണ്. She is my classmate. She is my classmate. അവൾ പഠിക്കാൻ നല്ല മിടുക്കിയാണ്. She is good at studies. She is good at studies. അവളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. She is in Australia now. She is in Australia now. അവളിപ്പോൾ ഡ്യൂട്ടിയിലാണ്. She is on duty now. She is on duty now. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. She is my best friend. She is my best friend. അവളെൻ്റെ വൈഫാണ്. She is my wife. She is my wife. അവളെൻ്റെ സിസ്റ്ററാണ്. She is my sister. She is my sister. അവളെൻ്റെ എൽഡർ സിസ്റ്ററാണ്. She is my elder sister. She is my elder sister. നമുക്ക് 2-3 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവളെൻ്റെ മൂത്ത ചേച്ചിയാണ് പറയാറുണ്ട്. Yeah. ഷീ ഈസ് മൈ എൽഡർ സിസ്റ്റർ. ഓക്കെ, അവളെൻ്റെ ചെറിയ കുഞ്ഞനിയത്തിയാണ്. എങ്ങനെ പറയാം? യങ്ങർ സിസ്റ്റർ. Younger sister. Yeah. ഷീ ഈസ് മൈ യങ്ങർ സിസ്റ്റർ. ഓക്കെ, ദെൻ അവൾ പഠിക്കാൻ മിടുക്കിയാണ് കേട്ടോ. She is good at studies. She is good at studies. നമ്മൾ പലപ്പോഴും കുട്ടികളെ നമ്മൾ വീട്ടിലാരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സുകളൊക്കെ ആരെങ്കിലും വന്നാൽ അപ്പോൾ കുട്ടികളെ പിടിക്കും. ഇവള് തീരെ പഠിക്കില്ല. ഓക്കെ, ഇവള് ഭയങ്കര വികൃതിയാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഓക്കെ, നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ്. നമ്മളെ വീട്ടിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകളോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് അവരെ അഭിസംബോധന ചെയ്യുക. ജസ്റ്റ് അവരെ പരിചയപ്പെടുത്തുക. ഇവളാൾ പഠിക്കാൻ മിടുക്കിയാണ്, ഇവള് നല്ലോണം ചിത്രം വരയ്ക്കും, ഇവള് നല്ല പാട്ട് പാടും കേട്ടോ, ഇവള് നേരത്തെ എണീക്കും കേട്ടോ, ഇവള് നല്ല ഫുഡ് കഴിക്കും. അപ്പോൾ ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡ്, ആ ഒരു വൈബ്രേഷൻ അവർക്ക് ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും എന്താ പറയുക, പറഞ്ഞാൽ കേൾക്കില്ല, നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒരിക്കലും കുട്ടികളെ പറ്റിയിട്ട് പറയരുത്. പണ്ടത്തെ കാലത്ത് പോലെ അല്ല ഇപ്പോൾ. നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് പല ഭാഗത്തും നമുക്ക് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ എവിടെ ചെന്നാലും വിരുന്ന് പോയാൽ അവിടെ നിന്ന് പറയും ഇവൻ ഭയങ്കര വികൃതിയാണ്, ഇവൻ പറഞ്ഞാൽ കേൾക്കില്ല, ഇവൻ ഭക്ഷണം കഴിക്കില്ല, ഇവൻ കുളിക്കുകയില്ല, എങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയും. ഓക്കെ, ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് നെഗറ്റീവ് ഒരു തോട്ട്സ് നമ്മൾ പകർന്നു നൽകുക, നമ്മൾ അറിയാതെ ഡീമോട്ടിവേറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊക്കെ കുട്ടികളെ, എല്ലാ കുട്ടികളെയും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒരു സദസ്സ് ചെന്നാൽ ഇവൻ തീരെ വർക്ക് ചെയ്യില്ല, ഇവൻ കുഴി മടിയനാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താവും നിങ്ങളെ അവസ്ഥ? അപ്പോൾ അതുപോലെ കുട്ടികൾ, നിങ്ങളെ ബ്രദർ ആയിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നിങ്ങളെ കുട്ടികളെ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുകളോട് പറയുക. നിങ്ങൾ എന്താവാനാണോ, കുട്ടികൾ എന്താവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിലേക്ക് എത്താൻ ഇത്തരം പോസിറ്റീവ് തോട്ട്സുകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ആ ചെറിയ കാര്യങ്ങൾ മാറ്റി ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് നമ്മുടെ വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അവൾ നല്ല പാട്ട് പാടാൻ മിടിക്കുക കേട്ടോ. ഷീ ഈസ് ഗുഡ് അറ്റ് സിംഗിങ്. നല്ല ചിത്രം വരയ്ക്കും കേട്ടോ, ആള് മിടിക്കുകയാണ്. ഷീ പെയിന്റ്സ് റിയലി വെൽ. ഈ ഗുഡ് അറ്റ് വെച്ചിട്ട് നമുക്ക് അടിക്കാം. അങ്ങനെ ഷീസ് ഗുഡ് അറ്റ് പെയിന്റിംഗ്, ഷീസ് ഗുഡ് അറ്റ് പെയിന്റിംഗ്, അല്ലെങ്കിൽ ഷീസ് ഗുഡ് അറ്റ് ഡ്രോയിങ് പിക്ചേഴ്സ്, ഷീസ് ഗുഡ് അറ്റ് സിംഗിങ്, ഷീസ് ഗുഡ് അറ്റ് സ്റ്റഡീസ്. ഓക്കെ, ഷീസ് ഗുഡ് അറ്റ് റണ്ണിങ്. ഇങ്ങനൊക്കെ പറയാം, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അവളൊരു ഗ്രാജുവേറ്റ് ആണ്. She is a graduate. Okay, അവൾ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ഗ്രാജുവേറ്റ് ആണ്. She is a commerce graduate from Annamalai University. She is a commerce graduate from Annamalai University. Okay, അവൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എന്താ പറയുക, കൊമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. She is a commerce postgraduate from Calicut University. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഷീ ഈസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഷീ ഈസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവൾ എൻ്റെ കൊളീഗാണ്. She is my colleague. അവൾ ബിസിയാണ് കേട്ടോ. അപ്പോൾ She is very busy now. അവൾ ഇന്ന് ഫ്രീ ആണ്. She is free now. അവൾ ലേറ്റ് ആണ്. She is late now. അവൾ ഓക്കെ ആണ്. She is okay. അവൾ ഇൻട്രസ്റ്റഡ് ആണ്. She is interested. അവൾ ഇംഗ്ലീഷിൽ ടോപ്പ് ആണ്. She is very good at English. She is very good at English. Okay, ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് നോക്കാം. She is not. അവളല്ല. She is not. അവൾ ആയിഷയല്ല. She is not Ayusha. അവൾ കാലിക്കറ്റിൽ നിന്നല്ല. She is not from Calicut. അവളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ല. She is not a postgraduate. ഓക്കെ, ദെൻ അവൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല. She is not late. അവൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. She is not mistaken. അവൾ എൻ്റെ കസിനൊന്നുമല്ല. She is not my cousin. ഓക്കെ, അവൾ ഇൻട്രസ്റ്റഡ് അല്ല. She is not interested. ഓക്കെ, നമ്മൾ പറയണം അവൾ അവിടുന്ന് റിസൈൻ ചെയ്തു. എന്ത് പറ്റി? അവൾ ആ സാലറിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. She is not very satisfied with the salary. She isn't satisfied with the salary. ഓക്കെ, ഷീ isn't എന്ന് സിമ്പിളാക്കി പറയാം, കുഞ്ഞു ഷോർട്ടാക്കിയിട്ട് പറയാം. ഓക്കെ, ഷീ isn't satisfied with that salary. ഓക്കെ, അവൾ ഹാപ്പി അല്ല. She is not happy. She isn't happy. അവൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ഒന്നുമല്ല. She is not very fluent in English. അവൾ കോൺഫിഡൻ്റ് അല്ല. She is not very confident. She isn't very confident. അവൾ ഗൾഫ് എക്സ്പീരിയൻസ്ഡ് അല്ല. She is not a Gulf experienced. ഓക്കെ, ഇനി ക്വസ്റ്റ്യനും കൂടി നമുക്കിതിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അവളാണോ ഷീ ഈസ് എന്നുള്ളതിൽ ഈസിനെ പിടിച്ച് ആദ്യത്തിൽ ഉപയോഗിച്ചാൽ, ഓക്സിലറി വേർബിനെ പിടിച്ച് ആദ്യത്തിൽ ഉപയോഗിച്ചാൽ എന്തായി? ക്വസ്റ്റ്യൻ ആയി. ഈസ് ഷീ ഒന്ന് പറഞ്ഞ്. ഈസ് ഷീ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് സിമ്പിളാക്കി പറയാം. ഈസ് ഷീ എങ്ങനെ? കമോൺ, ഒന്നും കൂടിയും പറയൂ. ഈസ് ഷീ. അവൾ ലേറ്റ് ആണോ? Is she late? എങ്ങനെ പറയാം? യെസ്. Is she late? അവൾ ഗവൺമെൻറ് സർവീസിലാണോ? Is she in government service? അവൾ നിന്റെ ക്ലാസ്മേറ്റ് ആണോ? Is she your classmate? ഓക്കെ, നമ്മൾ ആ ഒരു ടോണില്ലേ, നമ്മൾ പറയുന്നതിലുള്ള ആ ഒരു ടോണും അതുപോലെ ഒരു ആക്ഷനും നമുക്ക് ഫേഷ്യൽ ആക്ഷൻ വരിക ക്വസ്റ്റ്യൻ ആവുമ്പോൾ. Is she your classmate? അവൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണോ? Is she fluent in English? അവൾ സ്മാർട്ട് ആണോ? Is she smart? അവൾ മാരീഡ് ആണോ? Is she married? അവൾ കൊച്ചിയിലോട്ടാണോ വിവാഹം കഴിച്ചയച്ചിട്ടുള്ളത്? Is she married to Cochin?
അവളൊരു ഗ്രാജുവേറ്റ് ആണോ? Is she a graduate? Is she a graduate? Is she a graduate? Is she a graduate? അവൾ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണോ? Is she experienced in this field? അവൾ അക്കൗണ്ടിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് ആണോ? Is she experienced in accounting? Is she experienced in accounting? Then അവൾ കസ്റ്റമർ ഹാൻഡ്ലിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് ആണോ? Is she experienced in customer handling? Is she experienced in customer handling? അവൾ ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? Is she here for the first time? Is she here for the first time? ഇനി ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അവളല്ലേ? ഇസിൻ ഷി? ഇസിൻ ഷി? അവനല്ലേ എന്ന് ചോദിക്കാൻ ഇസിൻ ഹി? ഇസിൻ ഹി? ഓക്കെ, അതുപോലെ ഇസിൻ ഷി? അവൾ മാരീഡ് അല്ലേ? Isn't she married? Isn't she married? അവൾ ഇന്ന് ലേറ്റ് അല്ലേ? Isn't she late today? Isn't she late today? അവൾ ഇന്ന് നേരത്തല്ലേ? Isn't she early today? Isn't she early today? അവൾ നിന്റെ നെയ്ബർ അല്ലേ? Isn't she your neighbor? Isn't she your neighbor? അവൾ സെലക്റ്റഡ് അല്ലേ? Isn't she selected? Isn't she selected? അവളടുത്ത് മിസ്റ്റേക്ക് പറ്റിയിരിക്കണില്ലേ? Isn't she mistaken? Isn't she mistaken? അവൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? Isn't she your best friend? Isn't she your best friend? അവൾ മലയാളി അല്ലേ? Isn't she a Malayali? Isn't she a Malayali? അവൾ ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? Isn't she here for the first time? Isn't she here for the first time? ഓക്കെ, അപ്പോൾ നമുക്ക് 4 പാറ്റേൺസ് ആണ് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത്. ഒരുമിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? Yes. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പറയാം, ദെൻ പോസിറ്റീവ് ആൻസർ പറയാം, ദെൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറയാം, ദെൻ നെഗറ്റീവ് ആൻസർ പറയാം. Okay. അവൾ നിന്റെ അനിയത്തിയാണോ? Is she your sister? യെസ്, ഷീ ഈസ് മൈ സിസ്റ്റർ. അവൾ ലേറ്റ് അല്ലേ? Isn't she late? യെസ്, ഷീ ഈസ് ലേറ്റ്. നോ, ഷീ ഈസ് നോട്ട് ലേറ്റ്. ഇങ്ങനെ പറയാം. ഓക്കെ, അവൾ ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? Is she here for the first time? യെസ്, ഷീ ഈസ് ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. അവൾ ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? Isn't she here for the first time? നോ, ഷീ ഈസ് നോട്ട് ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. അവളൊരു ഗ്രാജുവേറ്റ് ആണോ? Is she a graduate? Is she a graduate? യെസ്, ഷീ ഈസ് എ ഗ്രാജുവേറ്റ്. അവളൊരു ഗ്രാജുവേറ്റ് അല്ലേ? No, she is not a graduate. That's the. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി? Isn't she a graduate? നോ, ഷീ ഈസ് നോട്ട് എ ഗ്രാജുവേറ്റ്. കൺഫ്യൂസ്ഡ് ആയോ? നമുക്കൊന്ന് വേറെ രൂപത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ, ക്ഷമയോട് കൂടെ നിൽക്കട്ടോ. ക്ഷമ വേണം, നല്ല താല്പര്യം വേണം, ഇൻട്രസ്റ്റും ക്ഷമയും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. ഓക്കെ, വളരെ പതുക്കെയാണ് പോകുന്നത്, വളരെ പതുക്കെ, ധൃതി കൂട്ടണ്ട. എവിടേക്ക് പോകാനുള്ളത്? പതുക്കെ പോയാൽ മതി. ഓക്കെ, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വെൽ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ എന്തൊക്കെയോ ചെയ്തു പോകുന്നു, അതല്ല, ഓരോ പാറ്റേണും വ്യക്തമായി മനസ്സിലാക്കി എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പതുക്കെ. ഒരു ലാംഗ്വേജ് ഒരിക്കലും 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ പഠിക്കാൻ കഴിയില്ല. പല അഡ്വർടൈസ്മെൻറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. 10 ടെക്നിക്ക് കണ്ട, അല്ലെങ്കിൽ 10 ടെക്നിക്ക് അല്ലെങ്കിൽ 20 ടെക്നിക്കോട് കൂടെ ഇംഗ്ലീഷ് പഠിക്കാം. നടക്കാൻ പോണ കേസല്ല. അങ്ങനെയാണെങ്കിൽ മലയാളികൾ ഇംഗ്ലീഷ് അറിയാത്തവരാരുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഷ നമുക്ക് എല്ലാവർക്കും സംസാരിച്ചുകൂടെ? 10-20 ടെക്നിക്സ് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ടോ ഒരിക്കലും ഒരു ലാംഗ്വേജ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല. അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിങ്ങിലൂടെ, ക്ഷമയോട് കൂടെയുള്ള കണ്ടിന്യൂസ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക. ഓക്കെ, ലാംഗ്വേജ് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കിൽ ആക്ച്വലി. Yes. ഓക്കെ, ഇതൊരു സ്കില്ലാണ്, ഒരു കഴിവാണ്, ഒരു നൈപുണ്യമാണ്. അത് നമുക്കൊരിക്കലും ബൈ ഹാർട്ട് ചെയ്തത് കൊണ്ടോ എന്തെങ്കിലും 2 അക്ഷരം പഠിച്ചുകൊണ്ടോ കഴിയില്ല. കണ്ടിന്യൂസ് പ്രോസസ്സ്. നമുക്കിപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു കരാട്ടെ, കുംഫു പഠിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ ഒരു സ്കില്ലുകളാണ് അല്ലേ? അതൊന്നും ഒരാളത് കോപ്പി അടിച്ചുകൊണ്ടോ കണ്ടു പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയത് ഒരു കാര്യമില്ല. ഓക്കെ, അത് നിരന്തരം പ്രാക്ടീസിങ്ങിലൂടെ, കണ്ടിന്യൂസ് പ്രാക്ടീസിങ്ങിലൂടെ അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴും ചെയ്യുമ്പോഴും മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ബി മാസ്റ്റർ ഇൻ എനിത്തിങ് യു മസ്റ്റ് ബി റെഡി ടു റിപ്പീറ്റ് ദി സെയിം തിങ് വാട്ട് യു നോ. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് യു ക്യാൻ ബി മാസ്റ്റർ. ഓക്കെ, സോ if you want to be good at English, if you want to speak English confidently, you must be ready to repeat the same thing. Okay, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ again and again പറഞ്ഞും കേട്ടും എക്സ്പീരിയൻസ് ചെയ്യുക. ഡെഫിനറ്റ്ലി അത്തരം ഒരു വിൽ പവർ, ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി വിത്തിൻ നോ ടൈം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും സംസാരിക്കാൻ കഴിയും. ആ രൂപത്തിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ. അതിന് ഓരോരുത്തരും എല്ലാവരും എന്താ ചെയ്യുക, പതുക്കെ ക്ഷമയോടുകൂടെ ഓരോ എപ്പിസോഡും മറക്കാതെ വാച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വൈഫിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്ററിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ലേഡി കൊളീഗിനെ പറ്റിയിട്ട് ഒരു 5 സെൻറ്റൻസസ്, അവൾ ഇന്ന ആളാണ്, അവൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, അവളെ ക്വാളിഫിക്കേഷൻ ഇന്നതാണ്, അവൾ എൻ്റെ ക്ലാസ്മേറ്റാണ് അല്ലെങ്കിൽ അവൾ എൻ്റെ വൈഫാണ്. ജസ്റ്റ് ഒരു 5 സെൻറ്റൻസസ് നിങ്ങൾ ഒരു ലേഡി ഫ്രണ്ടിനെ പറ്റിയോ വൈഫിനെ പറ്റിയോ സിസ്റ്ററിനെ പറ്റിയോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബി ഓ വിന്നർ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് ഇന്ന സാധനമാണ്, ഇത് ഇന്ന സ്ഥലത്തു നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഓക്കെ, ഇതിന് ഇത്ര രൂപയാണ്, ഇത് ഇന്ന ക്വാളിറ്റിയൊക്കെ ഇതിനുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാമെന്നുള്ളതാണ്. വീഡിയോ മറക്കാതെ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്സും കാര്യങ്ങളും രേഖപ്പെടുത്തുക, ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഓക്കെ, സോ എല്ലാവരും നിങ്ങളെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ആക്ടിവിറ്റീസൊക്കെ പങ്കെടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതുവരെ 4 എപ്പിസോഡിലുള്ള വിന്നേഴ്സിന് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡ് മറക്കാതെ കാണുക. Okay, so thank you so much for watching this video. Wishing you all the best. Take care. Bye. Emtees Academy.